ഡ്യുവൽ പവർ സപ്ലൈ അതിൻ്റെ നിർമ്മാണം വളരെ ലളിതമായ രീതിയിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 ആമ്പിയറിൻ്റെ ഒരു 4 ഡയോഡാണ്. ആംപ്ലിഫയറുകളൊക്കെ ഇങ്ങനെയുള്ള ഡ്യുവൽ പവർ സപ്ലൈയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് 2 കപ്പാസിറ്ററാണ്. അത് 4700 മ്യൂഫ് 25 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായിട്ട് നമ്മൾ ഈ കപ്പാസിറ്ററുകൾ ഈ ഡയോഡുകൾ ഇതുപോലെ ബ്രിഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 വരയുള്ള ഭാഗങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഈ ഡയോഡുകൾ ബ്രിഡ്ജ് ചെയ്യണം. അപ്പോൾ ബ്രിഡ്ജ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇതിന് മുന്നേ നമ്മുടെ പുറകിലൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഞാനിതിൻ്റെ ഡയഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാവുന്നതാണ്. ബ്രിഡ്ജിൻ്റെ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡയോഡിൻ്റെ വരയുള്ള ഭാഗം പോസിറ്റീവും വരയില്ലാത്ത ഭാഗം നെഗറ്റീവുമാണ്. ഈ 2 വരയുള്ള ഭാഗം പോസിറ്റീവും വരയില്ലാത്ത ഭാഗം നെഗറ്റീവും. നമ്മൾ AC ലൈൻ കൊടുക്കുന്നത് ഈ 2 ഭാഗത്താണ്. ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്നുള്ള AC ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമർ എടുത്തേക്കുന്ന ഒരു 14 വോൾട്ടിൻ്റെ സെൻട്രൽ ടാപ്പുള്ള ഒരു 2 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. നിങ്ങൾക്ക് ഏത് ട്രാൻസ്ഫോമർ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. അത് സെൻട്രൽ ടാപ്പ് പോർഷനുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കണം. അടുത്തായിട്ട് നമുക്ക് കപ്പാസിറ്റർ എടുത്ത് അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഈ വരയുള്ള ഭാഗമാണ് മൈനസ് ലൈൻ, പ്ലെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് ലൈൻ. നമ്മൾ ഈ മൈനസ് ലൈനിൽ നിന്ന് അടുത്ത കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലൈൻ ഇതുപോലെ അവിടെ ഷോർട്ട് ചെയ്യുന്നു, അവിടെ സോൾഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഡയോഡ് നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ AC ലൈനിലേക്ക് കണക്ട് ചെയ്യുക. സൈഡിൽ നിന്ന് വരുന്ന 2 വയറുകൾ. സെൻട്രൽ ലൈൻ അവിടെ ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പാടില്ല. ഡയോഡിൻ്റെ AC കൊടുക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഡയഗ്രാം ആദ്യം കാണിച്ച ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. അത് നോക്കി കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള ഡ്യുവൽ പവർ സപ്ലൈകളൊക്കെയാണ് നമ്മൾ പവർ ആംപ്ലിഫയറുകളിലും അതുപോലെ തന്നെ സബ് വൂഫറുകളിലൊക്കെ നമ്മൾ പവർ സപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഡയോഡ് ട്രാൻസ്ഫോമറും ഡയോഡുമായിട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഡയോഡിൻ്റെ പോസിറ്റീവ് വരുന്ന ഭാഗത്ത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. നെഗറ്റീവ് വരുന്ന ഭാഗത്ത് ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡിൽ മറ്റേ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലൈനും കണക്ട് ചെയ്യുന്നു. അത്ര സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണത്. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പ് ലൈനാണ് കണക്ഷൻ ചെയ്യേണ്ടത്. അതിലാണ് ഗ്രൗണ്ട് വരുന്നത്. ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ വരുന്നത് അതിലാണ്. നമുക്ക് ഡയോഡിന് പകരം ഈ ഫോട്ടോയിൽ കാണുന്ന ടൈപ്പ് മെറ്റൽ ഡയോഡുകളും ഉപയോഗിക്കാം. ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്കത് മാറ്റം വരുത്താം. കപ്പാസിറ്ററിൽ മാറ്റം വരുത്തണം. 35 വോൾട്ടും 27 വോൾട്ടിൻ്റെ ഒക്കെ ട്രാൻസ്ഫോമർ ചെയ്യുമ്പോൾ അത് കൂടി ഡയോഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സെൻറ്റർ വന്ന ലൈൻ, ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിൽ വന്ന ലൈൻ എടുത്തിട്ട് 2 കപ്പാസിറ്ററൂടെ നമ്മൾ ഷോർട്ട് ചെയ്ത ഭാഗത്താണ് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഗ്രൗണ്ട് വോൾട്ട്, അതായത് 0 വോൾട്ട് 12 അതായത് 27 അത് 0 വോൾട്ട് ലഭിക്കുന്നത് അവിടെ നിന്നാണ്, സെൻറ്റർ ഭാഗത്തു നിന്ന്. അപ്പം ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ സാധിക്കുന്ന വിധം ഞാൻ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ട് ഒന്ന് അളന്ന് നോക്കാം. സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അളക്കുന്നു. ഇത് -വോൾട്ട്,
17 വോൾട്ടോ. ബ്രിഡ്ജ് ചെയ്യുമ്പം കുറച്ച് വോൾട്ട് കൂടുതലാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ -വോൾട്ട്, ഇത് മൈനസ് വോൾട്ട്, ഇത് പ്ലസ് വോൾട്ട്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ.